ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു രാവിലെ തൊട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഷോർട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കി ഇടാൻ പോവാണ്. അപ്പോൾ ഇതാണ് ആ ടോപ്പ്. ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പ്, ചുമ്മാ ഒരു നോർമൽ ജീൻസിലൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് കോട്ടൻ്റെ മെറ്റീരിയലാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മെറ്റീരിയലും അവർ തന്നതാണ് നമ്മുടെ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ തയ്ച്ചാണ്. അവർക്ക് ഞാൻ ഓൾറെഡി ടോപ്പ് തയ്ച്ചു കൊടുത്തിട്ടാണ്. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ എനിക്ക് തന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിയ ഓർഡറാണ്. അപ്പോൾ ഇതാണ് ടോപ്പ്. സ്ലീവ്ലെസ് ആണ്, ലൈനിങ്ങും ഇല്ല, വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ രാവിലെ 7 മണി തൊട്ട് തുടങ്ങിയ വർക്കാണ്. ഇപ്പോൾ 10 മണിയായി. അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പോരേ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഒരു സ്ലിറ്റുള്ള ചുരിദാറാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ഇത് രാവിലെ 7 മണി ആയതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വരച്ച് ഇനി കട്ട് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ എൻ്റെ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നെക്ക്, ഇത് ആം ഹോൾ. ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി സ്റ്റിച്ച് ചെയ്യാം. നെക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരും. ഞാൻ വെച്ച് നോക്കിയത് എങ്ങനെ വരും എന്നറിയാം. മെഷീൻ ത്രെഡൊക്കെ ഇട്ട് സെറ്റാക്കി റെഡിയാക്കി നമുക്കിനി തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ആയതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ശരിക്കും ഓപ്പൺ ആയിട്ടില്ല, തുറന്നു പോലും വന്നിട്ടില്ല. ക്ലേ ഒട്ടിച്ച് ഞാൻ എടുത്ത് റെഡിയാക്കി വെക്കണം. മിററായി ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ സെറ്റാക്കി പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കണേ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അപ്പവും കടലയൊക്കെ കഴിച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് സൈഡ് എല്ലാം ഷോൾഡറൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സ്ലീവും കൂടി അടിച്ചാൽ മതി. നമ്മുടെ ടോപ്പ് ഇപ്പോൾ റെഡിയാകും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ചെയ്യാം. ഈ ടോപ്പിന് ബാലൻസ് തുണി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു സ്ക്രഞ്ചിയും കൂടി ചെയ്ത് കൊടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. എന്നൊക്കെ രണ്ടാമത്തേക്ക് ഓർഡർ തന്നല്ലേ. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് സ്ക്രഞ്ചിയും കൂടി, കുഞ്ഞല്ല കുറച്ച് വലിയതായിട്ടുള്ള, ചുമ്മാ ഇങ്ങനെ കയ്യപ്പടെ ഇടുന്ന ടൈപ്പില്, ചുമ്മാ ജസ്റ്റ് ഫോർ ഷോ, അതിന് വേണ്ടിയിട്ട് ഇടുന്ന ടൈപ്പ് ഒരു സ്ക്രഞ്ചി, കുറച്ച് വലിയ സൈസ്, അതും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം വേസ്റ്റിലെ ബാലൻസ് പീസാണ്. ഇങ്ങനെ ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അവർക്കും ഹാപ്പിയാവും. അങ്ങനെ അപ്പോൾ നമുക്കൊരു സ്ക്രഞ്ചി ചെയ്യാം. അപ്പം നമുക്ക് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം. സ്ക്രഞ്ചി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഫാബ്രിക്, ഒരു ഇത് വേണം, ഇലാസ്റ്റിക് വേണം. ചെറുതായിരുന്നു വേണ്ടത്, പക്ഷെ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു വലിയ ടൈപ്പാണ് ഇരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അതുകൊണ്ട് നമുക്ക് വലിയ സ്ക്രഞ്ചി ഉണ്ടാക്കാം. അപ്പം മാച്ചായി പോകും. നമുക്ക് ലെങ്ത് 30 എടുക്കാം. ലെങ്ത് 30യിലും വിഡ്ത്ത് വന്നിട്ട് 6 ആണ് എടുത്തേക്കുന്നത്. ഇനി സിമ്പിളായിട്ട് നമ്മൾ മടക്കി ഇതിൻ്റെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെയെന്ന് വെച്ച് അടിച്ചു കൊടുക്കണം. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയൊന്ന് അടിക്കുക. നമ്മൾ എൻ്റെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചെടുക്കണം. നമുക്കിനി ഇതിങ്ങനെ മറിച്ചെടുക്കാം. അപ്പൊ സ്റ്റിച്ച് ചെയ്ത പോർഷൻ എന്താ ഉള്ളിൽ പൊക്കോളും. ഇതിങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ആഡ് ചെയ്യാം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക്കിൽ കുത്തി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്തെടുക്കാം. ഇനി നമുക്ക് ഈ ഓപ്പൺ പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ടിന്റെ എൻഡിൽ പോയി ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണം. ഈ ഇങ്ങനെ എൻഡ് ഒന്ന് എടുത്തിട്ട് അകത്തേക്ക് മടക്കിയിട്ട് ഈ രണ്ട് എൻഡും നമുക്കിങ്ങനെ ഒന്നിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. നൂലൊക്കെ എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബിഗ് സൈസുള്ള സ്ക്രഞ്ചി. ജസ്റ്റ് നമുക്കിങ്ങനെ നോർമൽ, ജസ്റ്റ് നമുക്കിങ്ങനെ കയ്യിലേക്ക് ഇടാൻ ഒക്കെ നല്ലതാണ്. ഇത്ര 5 മിനിറ്റ് വരെ എടുക്കൂല നമുക്കൊരു സ്ക്രഞ്ചി ചെയ്തെടുക്കാൻ. ഇതൊക്കെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ട്രൈ നോക്കുക. ഈസിയാണ്. ഏത് മെറ്റീരിയലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. നല്ല ബിഗ് സൈസ്, എൻ്റെ കൈയുടെ ഫുള്ളുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കസ്റ്റമർക്ക് നമുക്കിത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. സർപ്രൈസ് ആണ്. ടോപ്പും സ്ക്രഞ്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ലീവ്ലെസ് അല്ലേ, അപ്പം സ്ലീവ്ലെസിന്റെ കൂടെ ഇതൊക്കെ ഇടുമ്പോൾ നല്ലതായിരിക്കും. അവർക്ക് ഇഷ്ടാവെന്ന് അറിയത്തില്ല, ഞാൻ തന്നെ ഒരു സർപ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ ടോപ്പും ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ.
പിന്നെ എന്താ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വരാറുണ്ട് എന്താ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഇടാവുമെന്ന്. ആക്ച്വലി ഞാൻ സ്റ്റിച്ചിങ് അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഒരിടത്തും പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ തയ്ക്കുന്നതല്ല, യൂട്യൂബിൽ നോക്കിയിട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ഫുൾ പഠിച്ചത്. ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് നോക്കി. ഞാൻ എന്തൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് മതിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇടാൻ, കാരണം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചത്. അപ്പോൾ അതന്നെ യൂട്യൂബിലേക്ക് ഇടാൻ കുഴപ്പമില്ല. അപ്പം അങ്ങനത്തെ വീഡിയോസാണ് മതിയെങ്കിൽ നമുക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഈ ഒരു ടോപ്പൊക്കെ തയ്ച്ചതിൻ്റെ ഒന്ന് കാണിക്കലായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബൈ.